ഈ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് മലപ്പുറം ജില്ലയിൽ തിരൂർ ഇന്നാവൂർ സംഭവിച്ചതാണ്. ഈ വീഡിയോനെ പറ്റി കൂടുതൽ ഞാൻ പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലായി എന്താ സംഭവിച്ചിരുന്നത്. പക്ഷേ ഈ വീഡിയോ മുന്നിട്ട് കുറച്ച് കാര്യങ്ങൾക്ക് പറയാനുണ്ട് മാതാപിതാക്കളോട്, പ്രത്യേകിച്ച് ഈ പെണ്ണുങ്ങളോട്, സ്ത്രീകളോട്. അവരെ കൂടെ കുട്ടികൾ കൂടുതലും ചെലവഴിക്കുന്നത്. നിങ്ങൾ ഈ മെയിൻ റോഡിലൊക്കെ പോകുമ്പോൾ വലതുവശം ചേർന്ന് നടക്കാൻ ശ്രമിക്കുക. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ കൈ പിടിക്കുക. വലതുവശം ചേർന്നാണ് നടക്കുന്നതെങ്കിൽ കുട്ടികളെ വലത്തെ കൈ പിടിക്കുക. ചില വ്യക്തികൾ ഞാൻ കണ്ടിട്ടുണ്ട് വലതുവശത്ത് കൂടി ആയിരിക്കും നടക്കുന്നത്, പക്ഷേ കുട്ടികൾ ഇടത്തെ കയ്യിലായിരിക്കും. എന്ന് പറഞ്ഞാൽ കുട്ടികൾ കൂട്ടുമ്പോൾ അവർ അറിയും. അങ്ങനെയല്ല കുട്ടികളെ പിടിച്ചു പോകേണ്ടത്. വലതുവശം ചേർന്ന് നടക്കുമ്പോൾ കുട്ടികളെ വലത്തെ കയ്യിൽ പിടിക്കുക. ഇടതുവശം ചേർന്ന് നടക്കുമ്പോൾ കുട്ടികൾ ഇടത്തെ കൈ പിടിക്കുക. പിന്നെ ആ മഞ്ഞ വരേണ്ട അപ്പുറത്തേക്ക് കടക്കാതിരിക്കുക. രണ്ട് സൈഡിലും മഞ്ഞ വരണ്ടാവില്ല, അതിൻ്റെ അപ്പുറം ഉള്ളിൽ കടക്കാതിരിക്കുക. അതിൻ്റെ പുറത്ത് കൂടി പോകാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ച് അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ റോഡ് ക്രോസ് ചെയ്യാനും വലത് സൈഡ് കീപ്പ് ചെയ്യാനൊന്നും നമുക്ക് പറ്റുന്ന വരില്ല. അപ്പോൾ നമ്മൾ ഇടത്തെ സൈഡിൽ കൂടി ആയിരിക്കും നടക്കല്. പക്ഷേ എന്താ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഇടത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് ബാക്കിൽ വണ്ടി വരേണ്ട ശ്രദ്ധിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. പിന്നെ അതേപോലെ ഈ ചില പെണ്ണുങ്ങളുണ്ട് ഈ ഹൈറ്റിമലൊക്കെ വെച്ചുകൊണ്ട് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം. അതേപോലെ ഈ അടുക്കളയിൽ ഈ മീതനപ്പുറം, അതായത് ഈ റാക്കിൻ്റെ മുകളിലൊക്കെ കുട്ടികളെ കയറ്റിയിട്ട് ഭക്ഷണം കൊടുക്കണം. എന്നിട്ട് ഇറച്ചോ മീനോ അല്ലെന്നുണ്ടെങ്കിൽ കറിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പുറത്തേക്കൊക്കെ പോകും. എന്നിട്ട് പറയും 2 മിനിറ്റിൽ ഒന്നും സംഭവിക്കില്ലാന്ന്. 2 മിനിറ്റൊന്നും വേണ്ട, അപകടം സംഭവിക്കാൻ 1 സെക്കൻഡിന്റെ പകുതി പോലും വേണ്ട. അപ്പോൾ ഒന്നും സംഭവിക്കില്ല എന്നാണ് കരുതിയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ട് അവർ ഒറ്റ കിട്ടിയാൽ പോകരുത്. ആ കുട്ടികൾ അവിടുന്ന് വീഴൂല എന്ന് നമുക്ക് അത്രയ്ക്ക് ഉറപ്പ് വേണം. അല്ലെങ്കിൽ വീണാൽ തന്നെ ആ കുട്ടിക്ക് അപകടം സംഭവിക്കില്ല എന്നുള്ള ഉറപ്പ് വേണം. അതല്ലാതെ ആ കുട്ടികളെ ഹൈറ്റിലൊക്കെ എത്തി പോകരുത്. റോട്ട് പോയി നടക്കുമ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംഭവിച്ച ശേഷം കുറേ നെഞ്ഞത്തടിച്ച് നോക്കിയിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ ആ കുട്ടികളെ കെയർ ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ചില കുട്ടികൾ കൈ പിടിക്കാനൊന്നും സമ്മതിച്ചില്ലാന്ന് വരും. അപ്പോൾ അവരെ എപ്പോഴും ശ്രദ്ധിക്കുക. അല്ലാതെ 2 പൊട്ടിച്ചിട്ടായാലും വേണ്ടില്ല കൈ പിടിച്ച് നടക്കുക. ആ 2 പൊട്ടിച്ചാൽ 2 അടി അവർക്ക് കിട്ടുന്നുള്ളൂ, വേറെ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ അങ്ങനെ കുട്ടികളെ കെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഒരുപാട് സങ്കടങ്ങൾ നമ്മൾ തലയിലുണ്ടാവും. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവരെക്കാട്ടി വലുതല്ല നമ്മളെ ഒരു പ്രശ്നങ്ങളും. അത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് മെയിൻ റൂട്ടുമ്പോഴൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും മൂഡിൽ കടന്നു പോകരുത്. നമ്മളെ കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ആ കുട്ടിക്ക് എന്തോ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ അറിയാൻ കഴിഞ്ഞത് സത്യാവൃതി എന്നാണ് പ്രാർത്ഥന. ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടൊന്നുമല്ല. പിന്നെ ആ കുട്ടിക്ക് തലക്കെന്തോ സംഭവിച്ചിരുന്നോ, എന്തോ ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നോ, കുട്ടിയുടെ തുടയിൽ പൊട്ടിയിരുന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അത് സത്യാവൃതി എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടല്ല, ഞാൻ മറ്റൊരാളൊക്കെ കേട്ടതാണ്. പിന്നെ ആ വണ്ടി ഓടിച്ച ഒരു പയ്യനാണെന്നോ അതിൽ ലൈസൻസ് ഇല്ല എന്നൊക്കെ കേട്ട്. എന്താണെന്നുള്ള അറിയില്ല. എന്തായാലും അപകടം സംഭവിക്കാനുള്ള സംഭവിച്ചു. ആർക്കും കുട്ടികൾക്ക് ഇതേപോലത്തെ ഒരു ഗതി വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.